നമുക്കേറെ സുപരിചിതമായ, നമ്മളേറെ ധ്യാനിച്ചിട്ടുള്ള, ഏറെ ചിന്തിച്ചിട്ടുള്ള, ഏറെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു സന്ദർഭമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 18 വാക്യം 20-ാം വാക്യം. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. പറഞ്ഞു, വായിച്ചു. അത്രയും മതി. ആദ്യത്തെ 18-ാം വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒരാളുടെ, ഒരു വ്യക്തിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, അവനോട് ചില കാര്യങ്ങൾ പറയും. അതൊരു തീരുമാനമാണ്. നമ്മളും ജനുവരി മാസം ആദ്യം എല്ലാ വർഷങ്ങളിലും പല തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഈ വർഷം ഒരു പുതിയ വർഷമായിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. നമ്മൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ കെംദാ കാലമാണ്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഈ വരുന്ന ഞായറാഴ്ച പുതുഞായറാഴ്ചയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുക്കത്തിൻ്റെ അനുഭവം. അങ്ങനെയെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ എല്ലാ ശീലങ്ങളും ശൈലികളും പാപത്തിൻ്റെ അനുഭവങ്ങൾ, നമ്മൾ ഈ ഒരു വലിയ പോരാട്ടത്തിലൂടെ പാപത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും സാത്താന്യ പരീക്ഷകളെയൊക്കെ തീർത്ത് അതിനെയൊക്കെ അതിജീവിച്ച് ഇപ്പോൾ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൽ അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവത്തിലാണ്. ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ നമ്മളും ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അയാൾ ആ തീരുമാനം കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, മറിച്ച് 20-ാം വാക്യത്തിൽ വരുമ്പോൾ ആ തീരുമാനം അയാൾ പ്രാവർത്തികമാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഓർപ്പിച്ചതുപോലെ ഓരോ വർഷങ്ങളിലും പുതുവർഷമാകുമ്പോൾ, ഏത് ദിവസമാകുമ്പോൾ, ഓരോ പുതിയ ദിവസമാകട്ടെ, ഓരോ പുതിയ വർഷമാകട്ടെ, നമ്മൾ പല കാര്യങ്ങളെ പറ്റി ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഇങ്ങനെയാകണം, ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാകണം, ഇനിയെങ്കിലും എനിക്കൊന്ന് കൂടുതൽ ദൈവീകമായ ആസക്തിയോടെ, ദൈവിക ആഭിമുഖ്യത്തോടെ ജീവിക്കണം. ഇങ്ങനെ പല തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നുണ്ടോ, അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ധ്യാനിക്കുവാനാകട്ടെ ഈ ഉത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങൾ നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്. ഇവിടെ ഈ അപ്പൻ്റെ അടുക്കിലേക്ക് എഴുന്നേറ്റ് പോകാനുള്ള സാഹചര്യം എന്താണ് എന്നൊന്നും ഞാൻ വിശദമാക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ അത് വായിച്ചും പഠിച്ചും ധ്യാനിച്ചിട്ടുമുള്ളതാണ്. 2 മക്കൾ ഉള്ള അപ്പൻ, അതിലിളയവൻ അപ്പനോട് ഓഹരി ചോദിക്കുന്നു, ദൂരദേശത്തേക്ക് പോകുന്നു, അവിടെ അതിനെ നാനാവിധമാക്കി കളയുന്നു, വളരെ അധർമ്മമായ അനുഭവങ്ങളുടെ അധമമായ അവസ്ഥയിലൂടെയൊക്കെ ജീവിച്ചു എന്നൊക്കെ സാക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ പിന്നീട് അവിടെ ക്ഷാമം വരുന്നു. തൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു പോയപ്പോൾ അവന് പിന്നെ പന്നിയുടെ ഭക്ഷണം എങ്കിലും കിട്ടുമോ എന്നുള്ള, അല്ലെങ്കിൽ അങ്ങേ അറ്റത്തെ അധപ്പതനത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ, ഭൗതികമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങേ അറ്റത്തെ അധപ്പതനത്തിൻ്റെ അവസ്ഥയിലേക്ക്, എന്ന് പറഞ്ഞ ഒരു മൃഗം തിന്നുന്ന, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പന്നിയേറെ നിഷിദ്ധമായിട്ടുള്ള ഒരു ജീവിയായിട്ട് കണക്കാക്കുമ്പോൾ അത് തിന്നുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറയുന്ന ഇടത്തേക്ക് ആ മകനെ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവന് സുബോധം വന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ സുബോധം വരുമ്പോഴാണ് അവൻ അവൻ്റെ അപ്പനെ പറ്റിയും ഭവനത്തെ പറ്റിയും ഒക്കെ ഓർക്കുന്നതും ഈ ഒരു ചിന്തയിലേക്ക്, തീരുമാനത്തിലേക്ക് എത്തുന്നതും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു വേദവചനത്തിലൂടെ എഴുന്നേൽക്കുക എന്നുള്ള അനുഭവത്തെ പറ്റി ഒന്ന് ധ്യാനിക്കാം. ഇപ്പോൾ കെംദാ പെരുന്നാളാണല്ലോ. കെംദാ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നുള്ളതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. കെംദാ എന്നത് സുറിയാനി പദത്തിൽ പറയുമ്പോൾ അത് ഉത്ഭവിച്ചിരിക്കുന്നത് കൊം എന്ന ധാതുവിൽ നിന്നാണ്. കൊം എന്ന് പറഞ്ഞാൽ അവൻ നിന്നു, ഹി സ്റ്റുഡ്. അവൻ നിന്നു എന്ന പദത്തിൽ നിന്നാണ് കെംദാ എന്ന പദം ഉത്ഭവിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ആരാണ് നിന്നത്, ആരാണ് വീണത്? ഇതെല്ലാം നമ്മൾ ഈ വലിയ വെള്ളിയാഴ്ച ധ്യാനിച്ചിട്ടുണ്ട്. വീണവനായ ആദാമിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനായി ഇവിടേക്ക് കടന്നു വന്ന കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ചും അതിനെ അനുഭവിച്ചും അതേ തുടർന്ന്
അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിലാണ് നമ്മളേവരുമായിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ നമസ്കാരങ്ങളിൽ നമ്മൾ കുമ്പിട്ടാണ് നമസ്കരിക്കാറ്. പക്ഷെ ഇനിയുള്ള 50 ദിവസം നമ്മൾ കുമ്പിടാറില്ല. കാരണം ഉത്ഥിതനായ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ എല്ലാ പാപവീഴ്ചയിൽ നിന്നും, എൻ്റെ എല്ലാ പതർച്ചയിൽ നിന്നും, എൻ്റെ എല്ലാവിധമായിട്ടുള്ള പൈശാചിക പോരാട്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ച്, മരണത്തെ ജയിച്ച്, തോൽപ്പിച്ച്, പുറകിലേക്കടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചവനായ ക്രിസ്തുവിനോടൊപ്പം ഞാനും എഴുന്നേൽക്കുന്നു. അതാണ് ഓരോ കുമ്പിടിലിൻ്റെ അനുഭവം തന്നെ. നമ്മൾ അവൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാ പാപവീഴ്ചകളെയും സമർപ്പിച്ച് അവനോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ എഴുന്നേറ്റ് നിന്നതിൻ്റെ പൂർത്തീകരണത്തിലാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിൽ ആയിരിക്കുന്നത്. അവനോടൊപ്പം എഴുന്നേറ്റ് നിന്ന അനുഭവം, അതാണ് കെംദ. അവൻ നിന്ന അനുഭവത്തോടെ ചേർന്ന് നിന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മകൻ അവൻ്റെ വീഴ്ചയിൽ നിന്ന് പറയുന്ന തീരുമാനം ഇതാണ്: ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു പുതിയ വർഷമാണ് നമുക്ക് ഏവർക്കും. നമ്മളെ സംബന്ധിച്ചോളം ജനുവരി എന്നതിനേക്കാളൊക്കെ ഉപരിയായി കൂദോഷിത്തോ എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ആരാധന വർഷം ആരംഭിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ വർഷമാണ് ഓരോ കെംദ പെരുന്നാളും. നമ്മൾ ഇതുവരെയും ഉണ്ടായിരുന്ന പാപപതർച്ചകളിൽ നിന്നൊക്കെയും പുതുക്കപ്പെടുവാൻ അത് തന്നെയാണ് പിതാക്കന്മാർ ബോധപൂർവം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹേവോറോ ദിനങ്ങളാണ്. ഇന്ന് ഹേവോറോ ശനിയാഴ്ചയാണ്. ഈ ഒരു ആഴ്ചക്കാലം വെണ്മയുടെ ദിവസങ്ങളാണ്, വെള്ളയുടെ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, നോമ്പിന്റെ വേളയിലെല്ലാം ഈ വിശ്വാസത്തിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകളെയെല്ലാം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെല്ലാം പഴയ കാലഘട്ടത്തിൽ ഈ ഉത്ഥാന പെരുന്നാളിലാണ് മാമോദീസ മുക്കുന്നത്. അവരുടെ പഴയ ജീവിതത്തിൽ നിന്ന് അവരെ പുതിയ ജീവിതത്തിലേക്ക് ആക്കിയെടുക്കുകയാണ്. ആ പുതിയ ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കെംദ. അതാണ് നമ്മുടെയും ആരാധനയുടെ മാറ്റം. അത് തന്നെയാണ്. അതുവരെയും ശാബതായി കരുതിയിരുന്ന ആ വലിയ ആരാധനയുടെ ദിവസം ശനിയാഴ്ച ദിവസം മാറി ഇനിയും ഞായറാഴ്ചയാണ് നമ്മുടെ പുതിയ ആരാധനയുടെ ദിവസം. അതാണ് ഇനിയും വരുന്ന ഞായറാഴ്ച നമ്മൾ പുതു ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആരാധനയുടെ ശൈലികളെല്ലാം മാറുവാൻ നമ്മൾക്ക് കെംദ കാലം വന്നു ചേർന്നിരിക്കുകയാണ്. ആ പുതിയ പുതുക്കപ്പെട്ട അനുഭവം ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആരംഭിക്കുന്നതാണ് കെംദ കാലം എന്ന് ഓർപ്പിക്കട്ടെ. അവിടെ എങ്ങനെയാകണം നമ്മുടെ ജീവിതങ്ങളെന്ന് 4 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ എൻ്റെ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമതായി, നമ്മൾ യോനാ പ്രവചനത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട്, എഴുന്നേൽപ്പിൻ്റെ ഒരു വാക്യം. യോനാ പ്രവചനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാം വാക്യം. 1-ാം അധ്യായം 6-ാം വാക്യം. കപ്പൽ പ്രമാണി നമുക്ക് ഏറെ സുപരിചിതമായ ആ സന്ദർഭമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. യോനായുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. നോമ്പ്, ഈ വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് നമ്മളിത് ധ്യാനിച്ചും അതിനെ ആചരിച്ചുമാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. അവിടെ യോനായുടെ ജീവിതം ഇതേപോലെ ഒരു ലക്ഷ്യത്തിലേക്ക് ദൈവം തമ്പുരാൻ പോകുവാൻ അവനെ പറഞ്ഞു വിട്ടപ്പോൾ അവിടെ നിന്ന് മാറിപ്പോകുന്ന അനുഭവമാണ്. പാപം എന്നുള്ളതിന് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത് തന്നെയാണ്. ഹമാർത്തിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മിസ് ദ മാർക്ക് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മുടെ ലക്ഷ്യം, ഏതായിരുന്നു നമ്മുടെ ഉന്നം, അതിനെ വിട്ടു മാറിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്നുള്ളത് അർത്ഥമാക്കുന്നത്. നമ്മുടെ വഴി. അതുകൊണ്ടാണ് പാതി നോമ്പിൽ നമുക്ക് ഇവിടെ ഗോകുൽത്ത നാട്ടി എന്താണ് നമ്മുടെ വഴി, എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഓർപ്പിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യുവാൻ പിതാക്കന്മാർ നമ്മളെ ആരാധനയുടെ മധ്യത്തിൽ, ആ നോമ്പിന്റെ മധ്യത്തിൽ ഇവിടെ സ്ലീബ നാട്ടി ഇതാണ് നിങ്ങളുടെ വഴി, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ പോകേണ്ടുന്നിടത്ത് നിന്ന് മാറിപ്പോകുന്ന ഒരു യോനയെ നമ്മൾ കാണുന്നു. അവൻ പാപ പതർച്ചയിലേക്ക് മാറിപ്പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇവിടെ അവനോട് ഈ കപ്പലപ്രമാണി വന്ന് പറയുന്നത്? വലിയ നാശമുണ്ടായിരിക്കുകയാണ്. അവന് മാത്രമല്ല, മറിച്ച് അവനായിരിക്കുന്ന ഇടത്തിനു കൂടി നാശമുണ്ടായിരിക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ ഏറെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ടുന്ന ഒരു വ്യക്തി, ഞാൻ ഓർപ്പിച്ചതുപോലെ കെംദ കാലം കഴിയുമ്പോൾ
നമ്മൾ വിചാരിക്കും ഇതുവരെയുള്ള വലിയ പ്രാർത്ഥനകളും ഇതുവരെയുള്ള വലിയ ശീലങ്ങളും എന്ന് പറഞ്ഞാൽ ആചരണങ്ങളും വലിയ നോമ്പിൻ്റെ അനുഭവങ്ങളും എല്ലാം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വെക്കാനല്ല, മറിച്ച് വീണ്ടും കൂടുതൽ അതിൽ ബലപ്പെടുവാൻ തക്കവണ്ണമാണ് ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ പുതുക്കപ്പെട്ട അനുഭവത്തിൽ വിളിച്ചിരിക്കുന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞുവെങ്കിൽ, പുതിയ മനുഷ്യനെ ധരിച്ചുവെങ്കിൽ, ആ പുതുക്കപ്പെട്ട അനുഭവത്തോടെ നിലനിൽക്കുവാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ നീയാണ് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് ഓർപ്പിക്കുകയാണ് യോനായോട്. യോന എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയാണ്, ആലസ്യത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത് ഞാൻ ഓർപ്പിച്ചതുപോലെ നോമ്പിൻ്റെ വലിയ കാഠിന്യമൊക്കെ നമ്മൾ അനുഭവിച്ച് ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഇനിയൊന്ന് ഇതൊക്കെ അയച്ചു കളയാമെന്ന് വിചാരിക്കരുത്, മറിച്ച് കൂടുതൽ ഇതിൽ ബലപ്പെടുക. നമ്മൾക്ക് അറിയാം, ഇപ്പോൾ നമ്മുടെ കാലഘട്ടമൊക്കെയും അത്തരത്തിൽ വലിയ കലഹങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നമുക്ക് ഈ ലോകത്തിന് നേരുവാനായിട്ടുള്ളത് ദൈവത്തിൽ പ്രാർത്ഥിച്ച് അവൻ്റെ സമാധാനം ഈ ലോകത്തിന് കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ കപ്ല പ്രമാണി അവനെ വിളിച്ച് പറയുകയാണ്, നീ എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമുക്കും ചെയ്യുവാനായിട്ടുള്ള ആദ്യത്തെ ഒരു ശീലം അല്ലെങ്കിൽ ശൈലി അത് തന്നെ, അതാണ് ഏറ്റവും ആത്യന്തികമായിട്ടുള്ളത്. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ അവനോടൊപ്പം നിന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, അബ്ബാപിതാവെ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അവൻ നമ്മളെ തെരഞ്ഞെടുത്തുവെങ്കിൽ, നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ, അപ്പ എന്ന് വിളിക്കുവാൻ ഈ മകൻ അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തുവെന്ന് തുടർന്ന് പ്രാർത്ഥിക്കുന്നതേ അനുഭവം. ഒരു കുമ്പസാരം അവൻ നടത്തുകയാണ്, അതേ തുടർന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ് അപ്പ എന്ന് വിളിച്ച്. നമ്മളും വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോ അനുഭവങ്ങളിലൂടെ കരയേറിയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ആ അപ്പവീഞ്ഞുകളെ, കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിപ്പാൻ പോകുന്നതിന് മുൻപ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പ എന്ന് വിളിക്കുന്നവർക്ക്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ വാഗ്ദാനമാണ് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ. ആ അനുഭവത്തിലേക്ക് ചെല്ലുവാൻ തക്കവണ്ണം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മുടെ ശീലമായി, നമ്മുടെ ശൈലിയായി എപ്പോഴും പ്രാർത്ഥന മുറുകെ പിടിക്കുക എന്നുള്ളത്. നമുക്കറിയാം, വളരെ നിസ്സാരമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ, കൊടുങ്കാറ്റടിച്ചാലും വലിയ തിരമാലകളുണ്ടായാലും എന്താണോ അതിലേക്ക് ബന്ധിച്ചിരിക്കുന്നത് അതിന് വലിയൊരു മാറ്റവും സംഭവിക്കാതെ അത് സുരക്ഷിതമായി നിൽക്കും. നമ്മുടെയൊക്കെ തുണികൾ നമ്മൾ അയയിൽ തൂക്കിയിടാറില്ലേ? കൊടുങ്കാറ്റടിച്ചാൽ അല്ലെങ്കിൽ വലിയ കാറ്റടിച്ചാൽ അത് പറന്നു പോകും. പക്ഷെ ഒരു ക്ലിപ്പിട്ട് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? അതവിടെ നിൽക്കും. ഈ ഒരു ക്ലിപ്പിടുന്ന അനുഭവമാണ്, അല്ലെങ്കിൽ അവനോട് ചേർത്ത് നമ്മുടെ ചങ്ങല ബന്ധിക്കപ്പെടുന്ന അനുഭവമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. കർത്താവേ, ഞങ്ങളുടെ പെരുന്നാളുകളെ നിന്റെ ചങ്ങലകളാ ബന്ധിക്കണം, ബലിപീഠത്തിന്റെ കോണുകൾ വരെ ഞങ്ങളുടെ ചങ്ങലകളാ ബന്ധിക്കണമേ എന്ന് നമ്മൾ ഈ പരിശുദ്ധ മദ്ബഹയിലേക്ക് പ്രവേശിക്കുന്ന ബലിപീഠം മുത്തുന്ന വേളയിൽ ശുശ്രൂഷകരും പട്ടക്കാരും ചൊല്ലാറുള്ള പ്രാർത്ഥനയാണ്. ആ ബലിപീഠത്തിന്റെ കോണുകൾ വരെ നമ്മൾ ഈ നമ്മുടെ പ്രാർത്ഥനയാകുന്ന ചങ്ങല ഇങ്ങനെ അവിടെ കോർത്തു വെച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഏത് കൊടുങ്കാറ്റ് വന്നാലും, അതാണ് കർത്താവ് പറഞ്ഞ ചില ഉപമകളൊക്കെയും. കൊടുങ്കാറ്റടിച്ചു, വലിയ വെള്ളപ്പൊക്കമുണ്ടായി, പക്ഷെ അത് അടിസ്ഥാനമിട്ടിരുന്ന ആ വിശ്വാസമാകുന്ന ആ അടിസ്ഥാനത്തിൽ നിലനിന്നതുകൊണ്ട്, പ്രാർത്ഥനയുടെ ശീലമുള്ളതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല, യാതൊരു തകർച്ചയും ഉണ്ടായില്ല. സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, ശാന്തിയുടെയും കലഹത്തിൻ്റെയും യുദ്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യേ നമ്മുടെ എല്ലാ പ്രിയ മക്കൾ വിദൂരദേശങ്ങളിൽ വളരെയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കുമ്പോൾ ആലസ്യത്തിലാകുവാനല്ല, ഉറങ്ങുവാനല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്ന് വിചാരിക്കുവാനല്ല, എപ്പോഴും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് നമ്മളെ ഒരു പ്രവാചക ദൗത്യത്തോടെ ദൈവം തമ്പുരാൻ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ വിളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. അതാണ് കർത്താവും ഓർപ്പിക്കുന്നത്. ആത്മാവുരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്. ഈ ലോകത്തിൻ്റെതായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് പോലെ നമുക്കുണ്ടാകുന്ന ചില പ്രലോഭനങ്ങളുണ്ട്, നമുക്കുണ്ടാകുന്ന ചില പരീക്ഷണങ്ങളുണ്ട്. ഇതിലൊക്കെയും അകപ്പെടാതിരിപ്പാൻ ഉറങ്ങാതെ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആ മകൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അതേപോലെ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവൻ
കടലിലേക്ക് വീഴുമ്പോൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കടന്ന് അയ്യം വിളിക്കുന്നു, നിലവിളിക്കുന്നു. അതുവരെ ഉറങ്ങിക്കിടന്നവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് കേണപേക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കൈക്കൊണ്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് അവനെ വീണ്ടും തിരികെ നയിക്കുന്നുണ്ട്. അതേപോലെ ആ നിനിവ നഗരം മുഴുവൻ യോനായുടെ ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ, ഞങ്ങൾ നശിക്കുമെന്നുള്ള ആ ഒരു പ്രവചനം കേൾക്കുമ്പോൾ രട്ടെടുത്ത് വെണ്ണീരിൽ ഉപവാസത്തിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ പ്രാർത്ഥനയാകുന്ന ആ ശീലം നഷ്ടപ്പെടുത്താതെ, ഉറങ്ങാതെ, ആലസ്യത്തിലാകാതെ അതിൽ തന്നെ നിലനിൽപ്പാൻ തക്കവണ്ണം സാധിക്കട്ടെ. രണ്ടാമത്, ഈ എഴുന്നേൽപ്പിൻ്റെ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. ഇത് പറയുന്നത് ആരോടാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്നാണ് എൻ്റെ വിചാരം. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ. ദൂതൻ ഏലിയാവിനോട് പറയുന്ന വാക്യമാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 5-7 വാക്യങ്ങൾ. ഇതേ ഒരു അനുഭവം തന്നെയാണ്. ഒരു പ്രവാചക ദൗത്യമായി ഏലിയാവ് നിലനിൽക്കുകയാണ്. വളരെയേറെ തീക്ഷ്ണവാനായ പ്രവാചകനാണ് ഏലിയാവ്. പക്ഷേ ആ തീക്ഷ്ണതയുടെയൊക്കെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ, ഒരു അധ്യായത്തിന് തൊട്ട് മുൻപ് നമ്മൾ കണ്ടതാണ്, ഏറെ ബലശാലികളായ പ്രവാചകന്മാരോട് ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പോരാടിയ ഈ ഏലിയാവ് തന്നെ 18-ാം അധ്യായത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ബാലിൻ്റെ പ്രവാചകന്മാരെ ഒറ്റയ്ക്ക്, ഒരു വശത്ത് ഏലിയാവും മറുവശത്ത് ബാലിൻ്റെ അനേകം പ്രവാചകന്മാരും നിലനിന്ന് പോരാടുന്നതും അവരെല്ലാം ദൈവം തമ്പുരാന്റെ ശക്തിയാൽ ഏലിയാവ് തോൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കേവലം ഒരു സ്ത്രീയുടെ, എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ ആ വ്യക്തിയെ താഴ്ത്തി പറയുകയല്ല, മറിച്ച് ഒരു രാജ്ഞിയാണ്, അത്രമേൽ ശക്തിയാണ്. പക്ഷേ ഇത്രയും ബലശാലികളായ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്ന മനുഷ്യന് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു രാജ്ഞിയുടെ, ഒരു വ്യക്തിയുടെ വാക്കിന് മുമ്പിൽ പതറുകയാണ്. അവൻ മരണഭയത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇത് തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാം കൊണ്ടും നന്മയിലൂടെയാണ് നയിക്കപ്പെടുന്നതെന്ന്. പക്ഷേ വലിയൊരു രോഗം, വലിയൊരു പ്രതിസന്ധി, ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ നേരിടുന്നതായ പ്രതിസന്ധി പോലെ, ഇതൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ നിരാശ ചൂഴാറുണ്ട്, വലിയൊരു മരണഭീതി ചൂഴാറുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ പലയിടങ്ങളിലും ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിൻ്റെ അടിസ്ഥാനം എന്തുവാ? ഈ ഏലിയാവും യോനായും ഇതേപോലെയാണ്. അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ച രീതിയിൽ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ തങ്ങളുടെ ജീവിതത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ അവർ രണ്ടുപേരും തീരുമാനിക്കുന്നുണ്ട്. ഏലിയാവ് തനിക്ക് മരണം നേരിടുമെന്നുള്ള ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ, യോന തൻ്റെ വാക്ക് സംഭവിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഈ രണ്ടുപേരും മരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏലിയാവ് ചൊരുച്ചെടിയുടെ തണലിൽ കിടന്ന് മരിക്കുവാൻ ആഗ്രഹിക്കുക, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുക. ഇത്രയും തീക്ഷ്ണവാനായ പ്രവാചകനാണ്. എല്ലാ മനുഷ്യരും ബലഹീനരാണ്. ഈ ബലഹീനതകളുടെ നടുവേ നമ്മളൊക്കെ ആരെന്ന് വിചാരിച്ചാലും, എത്ര ഭക്തനെന്ന് പറഞ്ഞാലും ചില നേരങ്ങളിലൊക്കെയും ഈ നിരാശ നമ്മളെ ബാധിക്കാറുണ്ട്. ആ നിരാശ ബാധിക്കുന്ന വേളയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർക്കുവാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് ഓർപ്പിക്കുന്നതാണ് ഈ രണ്ടാമത്തെ നമ്മുടെ ധ്യാനം. എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ആ ഫുൾ സ്റ്റോപ്പിനെ ദൈവം തമ്പുരാൻ കുറെ കുത്തുകൾ കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ നിനക്കുണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ അവിടെ നിർത്തൂ. പക്ഷേ കുറെ ഫുൾ സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ കുത്തുകുത്തുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു തുടർച്ചയെ സൂചിപ്പിക്കുന്ന അനുഭവമാണ്. എന്താണ് ഈ തുടർച്ച? ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നൊരു തുടർച്ചയുണ്ട്. ആ തുടർച്ചയിലേക്കാണ് ഏലിയാവിനെയും യഹോവയാ ദൈവം വിളിച്ചിരിക്കുന്നത്. നിരാശ ബാധിച്ച് മരിക്കുവാൻ ആഗ്രഹിച്ച് കിടന്ന മനുഷ്യനെ പ്രത്യാശയുടെ വലിയ നിത്യജീവന്റെ അനുഭവം ദൈവം തമ്പുരാൻ പകർന്നു കൊടുക്കുകയാണ്. എഴുന്നേറ്റ് തിന്നുവാൻ പറയുകയാണ്. ആ തിന്നുന്ന അനുഭവത്തിലായപ്പോൾ അവൻ എന്താണ് സംഭവിക്കുന്നത്? 40 ദിവസം വരെ യാത്ര ചെയ്യുകയാണ്. ആ യാത്ര എവിടേക്കാണ് എത്തുന്നത്?
ഹോറേബോളം, ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബോളം, ആ ദൂരയാത്രയാണ്. നമ്മളും പ്രിയമക്കളെ ദൈവജനമായി, ഇസ്രായേൽ മക്കളായി ആ ദൈവജനം യാത്ര ചെയ്ത അതേ അനുഭവത്തോടെ സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ജീവിതങ്ങൾക്ക് ഭൗതികമായ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നിരാശകളോ നമ്മളെ തളർത്തി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുവാനായിട്ടുള്ളതല്ല. മറിച്ച് ഒരു വിശ്വാസ പോരാളി എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രത്യാശയാണ്. കബറടക്കി കല്ലുകൊണ്ട് വെച്ച് മുദ്രയിട്ട് കാവൽക്കാരെ വെച്ച് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചെടുത്തു നിന്ന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ ഈ ദിവസങ്ങളിലൊക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ, ആഴ്ചകളിലൊക്കെ കർത്താവ് ഓരോരുത്തരോട് ഇടപഴകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുകളിലച്ഛൻ ഓർപ്പിച്ചതുപോലെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്, മരണത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രതിസന്ധികളെ നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രതികൂലതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാൽ ഭയപ്പെടേണ്ട, ഇതിനെല്ലാം അതിജീവിച്ചവനാണ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ആ ഒപ്പമുള്ള അനുഭവമാണ് നമ്മൾ ഓരോ ആരാധനയിലും അനുഭവിക്കുന്നത്. ആ ബോധ്യത്തോടെ അത് അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇത് ഭക്ഷിക്കുന്നവനാര്? അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവസാന നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അനുഭവമാണ് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ. ഏലിയാവ് ആ ദൂതൻ കൊടുത്തത് കഴിച്ചപ്പോൾ, അപ്പം കൊടുത്തപ്പോൾ കഴിച്ചപ്പോൾ അവന് ഹോറേബോളം നടന്നെടുക്കുവാൻ തക്കമുള്ള ശക്തി ലഭിച്ചത് എങ്ങനെയാണ്? ഈ ഒരു ശക്തിയുടെ പേരാണ് കർത്താവിൻ്റെ വലിയ വാഗ്ദാനം നമുക്ക് ലഭിക്കുന്നത്. ആ പ്രത്യാശയുടെ നിത്യജീവന്റെ തിരുശരീര രക്തങ്ങൾ ഈ ശക്തിയോടെ നയിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് എവർക്കും സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ പെസഹ വ്യാഴാഴ്ച നമ്മൾ പ്രത്യേകിച്ച് എല്ലാ ദൈവജനവും വിശുദ്ധ കുർബാന അനുഭവിക്കാറുണ്ട്. അവിടെ പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ യോഗ്യതയോടെ അത് അനുഭവിക്കണം. അയോഗ്യമായി അത് അനുഭവിച്ചാൽ സംഭവിക്കുന്ന നാശത്തെ പറ്റി അവിടെ ബോധിപ്പിക്കുന്നുണ്ട്. യോഗ്യതയോടെ അത് അനുഭവിപ്പാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാ ആരാധനയിലും അതിൽ നിന്ന് മാറി നിൽക്കുവാനല്ല, മറിച്ച് കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമോ അത്രത്തോളം അനുഭവിക്കുമ്പോൾ നിരാശയുടെ എളിയ കെട്ടുപാടുകൾ നീങ്ങി പ്രത്യാശയുടെ വലിയ കിരണങ്ങൾ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സ്നേഹവും ആ സന്തോഷവും നമുക്ക് അനുഭവിപ്പാൻ തക്കോണം സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്, മകനെ മകളെ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിന്നെ കൈക്കൊള്ളും. കരുതുന്ന, വഴി നടത്തുന്ന എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കുന്ന, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കർത്താവിൻ്റെ വലിയ പ്രത്യാശ. ആ പ്രത്യാശയുടെ ബോധ്യത്തിൽ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കോണം സാധിക്കട്ടെ. ഈ ഉത്ഥാന പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് പെസഹ വ്യാഴാഴ്ച മാത്രം കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കാനുള്ളതല്ല, മറിച്ച് എല്ലാ ആരാധനയെ സംബന്ധിക്കുന്നു യോഗ്യതയോടെ, ഒരുക്കത്തോടെ, പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിച്ച് ആ പ്രത്യാശയുടെ വലിയ മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ചെല്ലുവാൻ, ദൈവത്തിൻ്റെ വാസസ്ഥലത്തേക്ക് ചെല്ലുവാൻ, അവൻ വസിക്കുന്ന ഇടങ്ങളായി പരിണമിക്കപ്പെട്ട് എപ്പോഴും നിലനിൽപ്പാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരുക്കമുള്ള ആത്മാവിനോടൊപ്പം ജഡത്തിനും ഒരുക്കം ലഭിച്ച് കർത്താവ് വസിക്കുന്ന വലിയ പ്രകാശത്തിൻ്റെ അനുഭവമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിൽക്കുന്ന വേളയിലാണ് നമ്മൾ മൂന്നാമത്തെ എഴുന്നേൽപ്പിലേക്ക് എത്തുന്നത്. അത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 42-ാം വാക്യം. നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് പോകുകയാണ്. അവിടെ ഉറങ്ങി ആലസ്യപ്പെട്ട് കിടക്കുന്ന ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്ന വലിയൊരു വാഗ്ദാനമാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 42-ാം വാക്യം. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അവിടെ കർത്താവ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്, തൻ്റെ ജീവിതം തന്നെ സമർപ്പിക്കുകയാണ്. അവിടെ അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ധ്യാന ചിന്തകളും കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിച്ച് തന്നെ തന്നെ സമർപ്പിച്ച കർത്താവ് അവിടെ ഒരു വേള മാനുഷികമായി നമ്മളെപ്പോലെ ചിന്തിക്കുന്നുണ്ട്, ഇതൊന്ന് മാറിപ്പോകണമേ. പക്ഷേ അവിടെ
ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിക്കട്ടെ. ആ ഇഷ്ടത്തിന് തന്നെ സമർപ്പിക്കുമ്പോഴാണ് ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നത്. ആ പ്രത്യാശയുടെ അനുഭവം നമുക്ക് പോകാം എന്നുള്ളതിലേക്ക് എത്തുകയാണ്. എന്തിനു വേണ്ടി പോകാം? അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ഈ കഷ്ടത ഏൽക്കുവാനായിട്ടുള്ളതാണ്, ഞാൻ ഈ പീഡാമരണം സഹിക്കുവാനായിട്ടുള്ളതാണ്. അത് കയ്യേറി അതിലൂടെ മരണത്തെ തോൽപ്പിച്ച് എൻ്റെ ഈ മക്കളെ വീണ്ടെടുപ്പാനാണ്, അവർക്ക് രക്ഷ നൽകുവാനാണ് പിതാവാം ദൈവം എന്നെ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ള ആ ഇഷ്ടത്തിലേക്ക് കർത്താവ് നമ്മളെയും വിളിച്ചടുപ്പിക്കുകയാണ്. നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനായിട്ട് നമുക്ക് പോകാം. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് പരിശുദ്ധ മർത്തശ്മൂനി അമ്മയുടെ മധ്യസ്ഥതയിലാണല്ലോ. തൻ്റെ മക്കളെയും ഒക്കെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ആ അമ്മയ്ക്ക് ലഭിച്ചതായ വലിയ പ്രതീക്ഷ എന്താണ്, പ്രത്യാശ എന്താണ്, ധൈര്യം എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണിതെന്ന് ഉള്ള തിരിച്ചറിവാണ്. എൻ്റെ മക്കളെ ദൈവം തമ്പുരാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അബ്രഹാം പിതാവ് ഇതേ ഒരു വിശ്വാസ തീക്ഷ്ണതയോടാണ് നയിക്കപ്പെടുന്നത്. തന്നെ വാഗ്ദാനത്തോടെ നൽകിയ പുത്രനെയാണ് തിരിച്ചു ചോദിക്കുന്നത്. പക്ഷെ അവിടെ തിരിച്ചൊന്നും അബ്രഹാം പിതാവ് പറയുന്നില്ല. നീ ഇങ്ങനെ പറഞ്ഞല്ലേ എനിക്ക് ഇവനെ തന്നെന്ന് ചോദിക്കുന്നില്ല. മറിച്ച് തൻ്റെ മകനെയും കൂട്ടി യാത്രയാകുകയാണ്. ആ കൂട്ടി യാത്രയാകുമ്പോൾ ചിലപ്പോൾ ആ ഇസഹാക്ക് എന്ന കൊച്ചു ബാലൻ ചോദിച്ചിട്ടുണ്ടാകാം, അപ്പ എല്ലാം ഉണ്ട്, എന്തിയേ നമ്മൾ യാഗമർപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായി കരുതേണ്ടുന്ന വസ്തു നമ്മുടെ കയ്യിലില്ലല്ലോ. ഉള്ളിൽ എത്രത്തോളം വിങ്ങി, എത്രത്തോളം നുറുങ്ങിയാണ് ആ അപ്പൻ കടന്നു പോകുന്നത്. നീയാണ് മോനെ ആ യാഗവസ്തുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആ പിതാവ് യാത്രയാവുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങനെ യാത്രയാകുന്ന വേളയിൽ തന്നെ അവിടെ സമർപ്പിക്കുകയാണ് അബ്രഹാം പിതാവ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവം തന്നതാണെങ്കിലും, ദൈവം തന്നത് വാഗ്ദാനത്തോടെ തന്നതാണെങ്കിലും ദൈവം തിരിച്ചു ചോദിക്കുന്നെങ്കിൽ, നമ്മളും പലപ്പോഴും പലരുടെയും വേർപാടിൻ്റെ സമയത്തൊക്കെ നമ്മൾ നുറുങ്ങിപ്പോയിട്ടുണ്ട്. തമ്പുരാൻ തന്നിട്ടുണ്ട്, പക്ഷെ എന്തിനാണ് ഇത്ര? ഇപ്പോൾ ഈ ഞാൻ ഇടവക ശുശ്രൂഷയിലായിരിക്കുന്ന പള്ളിയിൽ വലിയ വെള്ളിയാഴ്ചയുടെ ദിവസം ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. ഒരു കുഞ്ഞു മകളുള്ള അമ്മ, 32 വയസ്സേ ഉള്ളൂ. വലിയ വെള്ളിയാഴ്ചയുടെ ആ പ്രഭാത സമയത്ത് 6:30 ആയപ്പോൾ ദൈവം തിരിച്ചു വിളിച്ചു. നമുക്ക് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അവൾക്ക് ഇതിനെപ്പറ്റി ഒരു തിരിച്ചറിവ് പോലുമില്ല. ഞങ്ങളൊക്കെ വിങ്ങിപ്പോയ അനുഭവമാണ്. എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുവാൻ ആ മകൾക്ക് സാധിക്കും? പിതാവിൻ്റെ ഇഷ്ടമാകാം. നമ്മൾ ദൈവഹിതത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചേ മതിയാകുള്ളൂ ചിലയിടങ്ങളിലെങ്കിലും. ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള അടുത്ത ചിന്തയെ നമുക്ക് പറയാം. ഇവിടെ ശിഷ്യന്മാരാകട്ടെ ഈ എഴുന്നേറ്റ് പോകണമെന്ന് പറയുന്ന വേളയിലും എന്താണ് തങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാതെയാണ് കർത്താവിനോടൊപ്പം പോകുന്നത്. എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് അടുത്തിരിക്കുന്നുവെന്ന് കർത്താവിനറിയാം, യൂദായ്ക്കും അറിയാം. ഗുരുവിനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ച പോലെ ചുംബനത്തോടെ സമാധാനം കൊടുത്ത് ആ സമാധാനം എന്ന വാക്കിനും ചുംബനം എന്ന വാക്കിനും അർത്ഥമില്ലാതാക്കി കളഞ്ഞുകൊണ്ട് യൂദ അവിടെ ഗുരുവിനെ ചുംബിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ശിഷ്യന്മാരെല്ലാം പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാതെയാണ് കർത്താവിനോടൊപ്പം പോകുന്നത്. പക്ഷേ ഇനി അവർ ആ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിയുന്ന ഒരു വേളയുണ്ട്. അതാണ് നമ്മുടെ ഇടയിലേക്കൊക്കെ അവർ കടന്നു വന്ന കർത്താവിൻ്റെ സുവിശേഷം നിവർത്തിപ്പാനായി കടന്നു വന്നത്. സ്വർഗാരോഹണ പെരുന്നാളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് തിരികെ മടങ്ങിപ്പോയപ്പോൾ നിങ്ങൾ ലോകമൊക്കെയും പോകണം, ഈ സുവിശേഷം അറിയിക്കണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അനേകം പേരെ മാമോദിസ മുക്കണം. ഈ ഒരു ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ പരിശുദ്ധ സഭയായി ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് തിരികെ മടങ്ങിപ്പോകുന്നത്. ആ നിയോഗം, ആ വലിയ ദൗത്യം ഏറ്റെടുക്കുവാനായിട്ടുള്ളതാണ് പരിശുദ്ധ സഭ. പരിശുദ്ധ സഭ എന്ന നിലയിൽ നമ്മളെല്ലാം ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഈ കർത്താവും ശിഷ്യന്മാരും അതേപോലെ നമ്മൾ ധ്യാനിക്കുന്ന മധ്യസ്ഥത അണയ്ക്കുന്ന മർത്തശ്മുനി അമ്മയും മറ്റെല്ലാ പരിശുദ്ധന്മാരും സഹതന്മാരും ശുദ്ധിമതികളും ഇവരൊക്കെയും ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചവരാണ്. പരിശുദ്ധ കന്യമറിയാമാണ് അതിൽ അഗ്രഗണ്യ. അതുകൊണ്ടാണ് അമ്മ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവ് ആ അമ്മയെ
അവഗണിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിച്ചേക്കാം. പക്ഷേ അമ്മയെ ഏറ്റവും കൂടുതലായി കർത്താവ് ഉയർത്തി പറയുന്ന അനുഭവമാണ് അവിടെ. എൻ്റെ അമ്മയാര്, സഹോദരങ്ങളാരെന്ന് ചോദിച്ചതിന് ശേഷം എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാരോ അവരാകുന്നു എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് കർത്താവ് പറയുമ്പോൾ എൻ്റെ അമ്മ, പരിശുദ്ധ കന്യമറിയ അമ്മ, ഇത് ഏറ്റവും തികവോടെ പൂർണ്ണതയോടെ നിവർത്തിച്ചവളാണെന്ന് സാക്ഷിക്കുകയാണ് കർത്താവ് ചെയ്തത്. ആ അമ്മയെ പോലെ നിങ്ങൾക്കുമായി തീരുവാൻ ആ സഹോദരങ്ങളുടെ പദവി നിങ്ങൾക്കുണ്ട്, അമ്മയുടെ പദവി നിങ്ങൾക്കുണ്ട്. അത് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവർക്കുള്ളതാണ്. അതിലേക്ക് കടന്നു വരുവാൻ നമ്മളെല്ലാം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നിണം ചിന്തേണ്ടി വന്നേക്കാം, ചിലപ്പോൾ ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ നമ്മുടെ കണ്ണുനീർ നമുക്ക് വീഴ്ത്തേണ്ടതായി വന്നേക്കാം. കർത്താവ് തൻ്റെ കണ്ണുനീർ, ആ വിയർപ്പ് തുള്ളി ചോര കണക്കെ വീഴ്ത്തി അവിടെ നിലനിന്ന അനുഭവം പോലെ അവൻ്റെ കണ്ണുനീരും വിയർപ്പും എല്ലാം ചോര കണക്കെ താഴെ വീഴുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും അതേപോലെ ചില യാതനകളും കഷ്ടതകളും ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ചില സഹനങ്ങളുടെ പാരമ്യം നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. നമ്മൾ ഈ ലോകപ്രകാരം ഇപ്പോൾ നമ്മളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് നിണം ചിന്തേണ്ടെന്ന അനുഭവമില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മൾ പല ആവർത്തി നുറുക്കപ്പെട്ടും ചിന്തപ്പെട്ടും അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായി ദൈവം തമ്പുരാൻ നമ്മളെ എഴുന്നേൽക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. എന്നോടൊപ്പം നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനയിലിട്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ ഇഷ്ടമാകുന്ന ആ വലിയ അനുഭവം നിറവേറുവാനായിട്ട് തിരുശരീരരക്തങ്ങൾ പ്രാപിച്ച് ആ ശക്തിയോടെ നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരാകണം. അങ്ങനെ ഒരുക്കപ്പെടുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. അവനെ പ്രാപിക്കുന്നവർക്ക് മാത്രമേ അവൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ സമർപ്പിക്കുമ്പോൾ അവനായി അമ്മ മാറുകയാണ്. ഇതാ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് കർത്താവ് അമ്മ പറയുമ്പോൾ ഉദരത്തിൽ ആ ശിശുവിനെ വഹിക്കുവാൻ തക്കവണ്ണം തന്നെ പ്രാപ്തിയാക്കുകയാണ്. നമ്മൾ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുന്ന പോലെ ക്ഷമയോടെ നല്ല ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം ഗുണമുള്ള നല്ല നിലമായി, അമ്മയെ വിളിക്കുന്നൊരു പേര് അത് തന്നെയാണല്ലോ, നല്ല നിലം. ആ നല്ല നിലമായി അമ്മ പരുവപ്പെടുകയാണ്. നമ്മളെയും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നതും വേർതിരിച്ചിരിക്കുന്നതും ഫലം കായ്ക്കാനാണ്, വളരെ ഫലം കായ്ക്കാനാണ്. ആ ബോധ്യം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ഈ ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ ആ പുതുക്കം പ്രാപിക്കാനുള്ള പെന്തിക്കോസ്തി പെരുന്നാളിലേക്കൊക്കെ പോവുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ, അതിനുശേഷം 50 സ്വർഗാരോഹണത്തിന് ശേഷമുള്ള കാത്തിരിപ്പ് ദിവസങ്ങൾക്ക് ശേഷം പെന്തിക്കോസ്തി പെരുന്നാളിൽ പരിശുദ്ധാത്മ പുതുക്കം പ്രാപിക്കുക. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നതാണ് ആത്മാവിൻ്റെ ഫലത്തെപ്പറ്റി. ഗലാത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വാസം, സൗമ്യത, ഇന്ദ്രിയജ, ഇങ്ങനെയുള്ള ഫലത്തെപ്പറ്റി. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം നട്ടതിനെ പറ്റി യേശുദമ്പുരാന്റെ ആ ഒരു സുവിശേഷത്തിൽ യേശുദമ്പുരാൻ കടന്നു പോകുന്ന വേളയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അവൻ അത്തിയെ നോക്കി ശപിക്കുന്നതായി ഈ ഹാശാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ, തിങ്കളാഴ്ച ദിവസങ്ങളൊക്കെ ആ അത്തിയെ നോക്കി ശപിക്കുന്നതിന്റെ കാരണം എന്താണ്? വഴിയരികിൽ അത് നട്ടപ്പെട്ടതാണ്. അതിനെ അവിടെ വളർത്തി വലുതാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഫലം അന്വേഷിച്ചു വന്നവർക്ക് അത് കൊടുക്കുവാൻ വേണ്ടി. അവിടെ ഫലം തിരഞ്ഞപ്പോൾ കണ്ടില്ല, അപ്പോഴാണ് നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞതിനെ ശപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തു നോക്കണം. നമ്മളെ അന്വേഷിച്ച് പലരും കടന്നു വരുന്നുണ്ട്. നമ്മുടെ സ്നേഹമാകുന്ന ഫലം അന്വേഷിച്ച് കടന്നു വരുന്നവരുണ്ടാകാം. നമ്മുടെ അടുക്കിലേക്ക് സമാധാനമെന്ന ഫലം അന്വേഷിച്ച് കടന്നു വരുന്നവരുണ്ടാകാം. ദീർഘക്ഷമ, നമ്മളെ പലതും പറഞ്ഞിട്ട് നമ്മളിൽ നിന്നും ക്ഷമ ഏറ്റെടുക്കുവാൻ കടന്നു വരുന്ന പലരും ഉണ്ടായേക്കാം. ഇങ്ങനെ ആ ഓരോ ഫലവും, അതിന് കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ നിങ്ങൾ ഓരോ ദിവസങ്ങളിലും ധ്യാനിക്കണം. എന്നിൽ സ്നേഹമുണ്ടോ? എന്നെ തേടി വരുന്നവർക്ക് ഞാൻ സന്തോഷം കൊടുക്കുന്നുണ്ടോ? എന്നെ തേടി വരുന്നവർക്ക് ഞാൻ ദീർഘക്ഷമ പ്രദാനം ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമ്മളെ പ്രലോഭനങ്ങളോടെ നേരിടുന്ന സാത്താന് നമ്മൾ ഇന്ദ്രിയജയം കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ ഫലം നമ്മളിൽ നിന്നും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഓരോരുത്തർ ഇങ്ങനെ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ പലരും ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകാം. ഈ വളരെ ഫലം കായ്പാനാണ് നമ്മളെ നട്ടിരിക്കുന്നത്.
അങ്ങനെ വളരെ ഫലം കായ്ക്കുന്നവരെ മാത്രമേ ദാസന്മാരെന്നുള്ളതിനേക്കാൾ ഉപരിയായി സ്നേഹിതന്മാരെന്ന് വിളിക്കുകയുള്ളൂ. ആ സ്നേഹിതന്മാരാകുവാൻ അവനോട് ചേർന്നുള്ള മുന്തിരിവള്ളിയാകുന്ന അവനോട് ചേർന്നുള്ള സാക്ഷാൽ അനുഭവത്തോട് ചേർന്ന് നിൽപ്പാൻ തക്കോണം നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നവർക്ക് മാത്രമേ, ഞാൻ പറഞ്ഞതുപോലെ, പ്രാർത്ഥനയിലൂടെ ആ കർത്താവിൻ്റെ ദൃശ്യത്വങ്ങൾ പ്രാപിച്ച് അവനോട് ഒട്ടിച്ച് ചേർക്കുക. ഒരു ഗ്രാഫ്റ്റിംഗ് ആണല്ലോ നടക്കുന്നത്. അവനാകുന്ന ശരീരമായി നമ്മൾ രൂപപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്. അങ്ങനെ മാറ്റപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഫലമെല്ലാം പുറപ്പെടുവിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ മാത്രമേ അമ്മയായി, സഹോദരങ്ങളായി മാറ്റപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ മാമോദീസ കൂദാശയിൽ ആ സ്നാനാർത്ഥിയെ, കുഞ്ഞാണെങ്കിൽ അയാളെ, അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളാണെങ്കിൽ ആരായാലും, പഴയ നിയമകാലത്ത് മുതിർന്ന വ്യക്തികളെയാണല്ലോ ആദിമകാലത്ത്, സ്നാനാർത്ഥിയെ കർത്താവിൻ്റെ ആ തേജസ്കരണമായ അനുഭവത്തിൽ മാമോദീസ മുക്കിയതിനു ശേഷം കർത്താവിൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയായിട്ടാണ് പ്രബോധനം ചെയ്യുന്നത്. പിതാവാം ദൈവത്തിൻ്റെ മകനായ മകളായി കർത്താവ് യേശു തമ്പുരാന്റെ സഹോദരനും സഹോദരി എന്ന് പറഞ്ഞാൽ അവനാകുന്ന അതേ ശരീരത്തിൻ്റെ അനുഭവമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ പലയിടങ്ങളിലും ആ ഗ്രാഫ്റ്റ് ചെയ്ത, ഒട്ടിച്ചു ചേർത്ത അനുഭവത്തിൽ നിന്ന് മാറി പഴയ മനുഷ്യനിലേക്ക് തിരിഞ്ഞു മാറുന്നുണ്ട്. അതാണ് ഇനി അടുത്ത ആഴ്ചകളിലൊക്കെ നമ്മൾ പത്രോസിനോട് കർത്താവ് വീണ്ടും ചോദിക്കുന്ന അനുഭവമൊക്കെ നമ്മൾ ഓർക്കുന്നത്. പത്രോസ് തൻ്റെ പഴയ തൊഴിലിലേക്കൊക്കെ പോകുകയാണ്. ഇതേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ നമ്മളെ വേർതിരിച്ച് ആക്കിയിരിക്കുകയാണ്. പക്ഷേ വീണ്ടും നമ്മൾ തിരിഞ്ഞു പോകുന്നുണ്ട്. ആ തിരിഞ്ഞു പോകുന്ന അനുഭവങ്ങളാണ് കർത്താവിന് ദുഃഖമുണ്ടാകുന്നത്, നമ്മളെ പ്രതി അവൻ വിലപിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ കാംക്ഷിച്ച് അവൻ നിൽക്കുകയാണ്, നല്ല ഫലം പുറപ്പെടുവിക്കുന്നത്. ഈ ഫലങ്ങളൊക്കെയും പുറപ്പെടുവിക്കുവാനാണ് നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത്. പലരും വന്നേക്കാം, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മളോട് പള്ളു പറഞ്ഞ് നമ്മളെ നിന്ദിച്ച് അവഗണിച്ച് കളിയാക്കി പലരും വന്നേക്കാം. അവരോടൊക്കെ ദീർഘക്ഷമ കാണിക്കുവാൻ പലരും നമ്മുടെ നിന്ന് കാരുണ്യം യാചിച്ചു വരുന്നുണ്ട്. അവർക്കെല്ലാം ദയവും പരോപകാരവും പ്രദാനം ചെയ്യുവാൻ പലരും സന്തോഷമില്ലാത്ത അനുഭവത്തോടെ നമ്മുടെ അടുക്കൽ കടന്നു വരുന്നുണ്ട്. അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുവാൻ സ്നേഹമില്ലാത്ത പലരും കടന്നു വരുന്നുണ്ട്. അവർക്ക് സ്നേഹം പങ്കുവെക്കുവാൻ. ഇങ്ങനെയാകണം നമ്മുടെ ജീവിതങ്ങളെന്ന് കർത്താവ് യേശു തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. എഴുന്നേറ്റ് നമുക്ക് പോകാം ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാനായി. ഏറ്റവും ഒടുവിൽ നമ്മളെല്ലാം ഇതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യമാണ്. എഴുന്നേൽപ്പിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് അതാണ്. അറുപതാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ദിനങ്ങൾ വെണ്മയുടെ ദിനങ്ങളാണ്. എഴുന്നേറ്റ് കർത്താവിനോടൊപ്പം പ്രാർത്ഥിച്ച് അവനോടൊപ്പം ഉറ്റിരുന്ന് അവൻ്റെ തിരുശരീരരക്തങ്ങൾ അനുഭവിച്ച് അവനായി മാറിയ പരിശുദ്ധ സഭ അവൻ്റെ ഇഷ്ടം നിവർത്തിച്ച് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുന്ന വലിയ അനുഭവമായി മാറുകയാണ്. അതാണ് കർത്താവ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പറയുന്ന, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മളെല്ലാം ലോകത്തിന്റെ വെളിച്ചമാകുവാൻ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. ആ 5-ാം അധ്യായം മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അനുഭവം വെളിച്ചത്തിലുള്ള മക്കളുടേത് എങ്ങനെയാണെന്ന് ഓർപ്പിക്കുകയാണ്. 5-1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് വെളിച്ചത്തിലുള്ള മക്കളുടെ ശീലങ്ങളെയും ശൈലികളെയും പറ്റി ഓർപ്പിക്കണം. അതിൽ 8 മുതലുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളൊന്ന് വായിക്കണം. 8 മുതൽ 14 വരെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8 മുതൽ 14 വരെ. മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ
നമ്മുടെ പഴയ അനുഭവങ്ങളിൽ നിന്നൊക്കെയും ദൈവത്തോട് പ്രാർത്ഥിച്ചുറ്റിരുന്ന് അവനായിത്തീരുന്ന കർത്താവിന് ഇഷ്ടം ചെയ്തുകൊണ്ട് വെളിച്ചത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ മാറിക്കഴിയുമ്പോൾ എന്താണ് വെളിച്ചത്തിന്റെ ഫലം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. സകല സൽഗുണവും നീതിയും സത്യവും. ഈ പീലാത്തോസ് നമ്മൾ ധ്യാനിക്കുന്നുണ്ട് വലിയ വെള്ളിയാഴ്ചയുടെ ദിവസങ്ങളിൽ. ന്യായം വിധിച്ചുകൊണ്ട് എന്താണ് സത്യം എന്ന് പല ആവർത്തി ചോദിക്കുന്നുണ്ട്. വെളിച്ചത്തിന്റെ മക്കൾ പുറപ്പെടുവിക്കുന്നതാണ് സത്യം. ക്രിസ്തുവാണ് ആ സത്യം. വെളിച്ചത്തിന്റെ മക്കൾ പുറപ്പെടുവിക്കുന്നത് ക്രിസ്തുവിനെയാണ്. അവന്റെ ശരീരമാണ് നമ്മളെങ്കിൽ അവനാകുന്ന തലയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളും അതേ പ്രകാശപൂരിതരായി തീരും. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെ വെണ്മയുടെ ദിവസങ്ങളായി വിളിക്കുന്നത്. ഉത്ഥാന പെരുന്നാളിൽ മാമോദിസ ഏൽക്കുന്നവർക്ക് ലഭിക്കുന്നത് ആ വെണ്മയുടെ വസ്ത്രമാണ്. നമ്മൾ ധ്യാനിക്കുന്ന അനുഭവം പോലെ ഗാർമെന്റ് ഓഫ് ഗ്ലോറി. എവിടെ ആദാം നഷ്ടപ്പെടുത്തിയോ ആ ഗ്ലോറി, തേജസ്സിന്റെ വസ്ത്രം ലഭിക്കുന്നതാണ് പരിശുദ്ധ മാമോദിസയിലൂടെ. ആ തേജസ്സിന്റെ വസ്ത്രം ലഭിക്കുന്നവർക്ക് വലിയ വെണ്മയുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മളും പറയാറുണ്ട്, കുഞ്ഞിനെ വെള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കണം, വെണ്മയുടെ പൊതിഞ്ഞു വെക്കണം എന്ന് പറഞ്ഞാൽ ആ വെണ്മയുടെ വെളിച്ചത്തിന്റെ അനുഭവമാണ്. ആ വെളിച്ചത്തിന്റെ അനുഭവം പകർന്നു കിട്ടുന്ന അനുഭവമാണ് കർത്താവിനോടൊപ്പം ചേരുന്ന അനുഭവങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്, അവന്റെ ഇഷ്ടം നിവർത്തിക്കുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതാണല്ലോ ഈ പിതാക്കന്മാരുടെയൊക്കെ തലയ്ക്ക് മുകളിൽ നമ്മൾ കാണുന്ന ഹാലോ, പ്രഭാവലയം, വെളിച്ചത്തിന്റെ അനുഭവമാണ്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ കർത്താവിനെ അണിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വെളിച്ചത്തെ സാംശീകരിക്കുകയാണ്. മോശ കർത്താവിനോടൊപ്പം അവിടെ ആയിരുന്നതിന് ശേഷം തിരികെ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ വണ്ണം ജനങ്ങളായിരിക്കും. അതുകൊണ്ട് മോശ ഒരു മൂടുപടം എടുത്തിടുകയാണ്. ഈ തേജസ്സിന്റെ അനുഭവം, തേജസ്സിന്റെ വസ്ത്രം നമുക്ക് നമ്മുടെ കർത്താവ് വാഗ്ദാനം ചെയ്ത് പരിശുദ്ധ മാമോദിസയിലൂടെ നൽകിയിരിക്കുകയാണ്. ആദാം അതിനെ നഷ്ടപ്പെടുത്തിയതുകൊണ്ടാണ് അവർ നഗ്നരായി തീരുന്നത്. ആദ്യമേ അവർക്ക് ഭൗതികമായ മറ്റ് വസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു, പക്ഷേ തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരുന്നു. പാപത്തിൽ ആ ലക്ഷ്യം തെറ്റിപ്പോയപ്പോൾ ആ തേജസ്സിന്റെ വസ്ത്രം അവർ നഷ്ടപ്പെടുത്തി. ആ നഷ്ടപ്പെടുത്തിയതിനു ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് പോലെ ഗോകുൽത്തായിൽ കർത്താവ് കുരിശിക്കപ്പെട്ടതിന്റെ അടിയിൽ തലയോടിടമെന്നുള്ള വാക്കാണല്ലോ. ആദാമിന്റെ തലയോട്ടി കുഴിച്ചിട്ട ആ അനുഭവത്തിൽ കർത്താവിൻ്റെ തിരുശരീരവും രക്തവും അവിടെ മുറിക്കപ്പെട്ട് ആ തിരുരക്തം അവൻ്റെ മേൽ വീണപ്പോൾ അവൻ പുതുക്കപ്പെട്ടവനായി, തേജസ്കരിക്കപ്പെട്ടവനായി മാറുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളും വെളിച്ചത്തിന്റെ മക്കളായി തീരുകയാണ്. അതുകൊണ്ട് പിന്നീടുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയാണ് വേണ്ടത്. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മൾ ഈ വെണ്മയുടെ ദിവസങ്ങളിലായിരിക്കുകയാണ്. നമ്മൾ ഉത്ഥാന പെരുന്നാൾ ആചരിച്ചിരിക്കുകയാണ്. ഉദയം നമ്മുടെ മേൽ നിഴലിട്ടോ ആ പ്രകാശത്തെ സാംശീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഇരുളിലും അന്ധതമസിലും വരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മളും ആ വലിയ വെളിച്ചം കണ്ടിരിക്കുകയാണ്. മരണത്തെ തോൽപ്പിച്ച് തന്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ച് ക്രിസ്തു യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന ആ വലിയ വെളിച്ചം നമ്മൾ കണ്ട് അതിനെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം. ആ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ആ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇവിടെ കൂടിയിരിക്കുന്നത് ആ വെളിച്ചം നമ്മളിലേക്ക് ഒരാൾ പകർന്നു തന്നതുകൊണ്ടാണ്. പരിശുദ്ധ ശ്ലീഹന്മാരിലൂടെ ഈ സുവിശേഷം ഇവിടേക്ക് വ്യാപിക്കപ്പെട്ട് അവർ ആ വെളിച്ചം നമുക്കേക്ക് പകർന്നു തന്നതുകൊണ്ടാണ്. ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുന്നത്, ആ മധ്യസ്ഥതയിൽ നമ്മൾ അഭയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് വെളിച്ചത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ വെളിച്ചം അനേകരിലേക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിട്ടുകൊടുത്ത ഒരമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മളായിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് അത്യാവശ്യമാണ്. ക്രിസ്തു നമ്മളിലേക്ക് വരുമ്പോൾ വെളിച്ചമായി, പ്രകാശമായി മാറുവാൻ, ലോകത്തിന്റെ വെളിച്ചമായി നമ്മളെ തന്നെ ഒരുക്കുവാനും നമുക്ക് സാധിക്കണം. ഇവിടെ നമ്മൾ ധ്യാനിച്ച അതേ അനുഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ആ മകൻ എങ്ങനെയായിരുന്നു? അവന്റെ ജീവിതം പാപപതർച്ചയിലൂടെയൊക്കെ സഞ്ചരിച്ചതാണ്.
അവിടെ പാപപതർച്ചകളൊക്കെ അവൻ്റെ ജീവിതത്തെ ചൂഴ്ന്ന് അപ്പനിൽ നിന്ന് അവൻ അകന്നുപോയി. ലക്ഷ്യം അപ്പനോടൊപ്പമുള്ള വാസമായിരുന്നെങ്കിൽ ആ ലക്ഷ്യം വിട്ട് മാറിപ്പോയി. അപ്പനിൽ നിന്ന് വളരെ ദൂരത്തേക്ക് അവൻ മാറിപ്പോയി. അവിടെ ദൂരത്തേക്ക് മാറിപ്പോയപ്പോൾ അവൻ്റെ കൈവശമുള്ളതെല്ലാം അവന് നഷ്ടപ്പെടുവാനായിട്ടിടയായി. നമ്മളും ചിന്തിക്കുക, നമ്മളും അപ്പൻ്റെ ഓഹരി വാങ്ങി നിൽക്കുകയാണ്. അപ്പനോടൊപ്പം വസിക്കണമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോകും. ആ വാക്കിൽ വളരെയേറെ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൻ്റെ അടുക്കൽ പോകും, അപ്പനിൽ നിന്ന് ദൂരെ പോകുമെന്നല്ല, അപ്പൻ്റെ അടുക്കൽ പോകും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്കാണോ ചെന്ന് നിൽക്കുന്നത്? കെംദാ പെരുന്നാൾ, ഈ ഒരു 50 ദിവസം നമ്മൾ നോമ്പ് നോറ്റു, എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. വെറുതെ ആചരിച്ച് വെറുതെ കുറച്ച് ദിവസങ്ങളിൽ നോമ്പോ ഉപവാസമോ അനുഷ്ഠിച്ച് നമ്മൾ നിൽക്കുകയാണോ? അങ്ങനെയുള്ള ഒരാളെ പറ്റി നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞ് ഈ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ധ്യാനിക്കുന്നുണ്ട്. അപ്പൻ്റെ കൂടെ വസിച്ചവനാണ്. പക്ഷേ അപ്പൻ്റെ മനസ്സറിയാനോ അപ്പൻ്റെ ഇഷ്ടം എന്തെന്ന് യഥാർത്ഥമായി തിരിച്ചറിയാനോ അല്ലെങ്കിൽ അപ്പൻ തന്നെ മകനായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് തിരിച്ചറിയാനോ സാധിക്കാതെ പോയ ഒരാളുണ്ട്. അപ്പൻ്റെ മൂത്ത മകൻ. അവൻ എന്താ ചെയ്യുന്നേ? വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വലിയ ആർപ്പുവിളി കാണുമ്പോൾ അവിടെ കോപിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം അപ്പനോട് നേരിട്ട് ചോദിക്കുകയല്ല. നമ്മളും പലരും നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ നമ്മുടെ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിക്കേണ്ടത് തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി വേണം. അല്ലെങ്കിലാണ് നമ്മളെ പൈശാചികമായ പോരാട്ടം ബാധിച്ച് ആ ബാല്യക്കാരനെ പോലെ പറയും, നിന്റെ അനുജൻ തിരിച്ചു വന്നു, അപ്പൻ അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തെ, യഥാർത്ഥമായ സന്ദർഭത്തെ, സന്തോഷിക്കേണ്ടുന്ന സന്ദർഭത്തിലേക്ക് വരുത്താതെ അവിടെ ഒരു കുരുക്കിട്ട് കൊടുക്കുകയാണ്. ഇത് പിശാച് നമുക്ക് നൽകുന്ന വലിയ പോരാട്ടത്തിൻ്റെ അനുഭവമാണ്. നമ്മളും ചിന്തിക്കണം, ഞാൻ അപ്പൻ്റെ കൂടെ വസിക്കുന്നവനാണെന്ന് ചിന്തിച്ചാൽ തന്നെയും ഈ കുടുക്കുകൾ എൻ്റെ മുമ്പിലുണ്ട്. കൊഴുത്ത കാളക്കുട്ടിയെ അപ്പൻ ആർക്കോ വേണ്ടി അറുത്തിരിക്കുകയാണ്. മറ്റൊരാളുടെ നേട്ടം കാണുമ്പോൾ, മറ്റൊരാൾക്കൊരു നന്മയുണ്ടാകുമ്പോൾ, മറ്റൊരാൾ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ ഈ ഒരു കുത്തലുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂത്ത മകൻ്റെ അതേ അവസ്ഥയിലാണ്. അവിടെ പിന്നീട് ആ വ്യക്തി ബാല്യക്കാരനോട് ചോദിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്, അപ്പൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാതെ. അല്ലെങ്കിൽ ഓർക്കണം, സ്വന്തം സഹോദരനാണ്, സ്വന്തം അമ്മയുടെ ഉദരത്തിൽ തന്നോടൊപ്പം വസിച്ച് കടന്നു വന്നവനാണ്, അതേ ഒരനുഭവത്തിൽ നിലനിന്നവനാണ്. ഏറ്റവും തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കേണ്ട വ്യക്തികൾ ഒരാൾ കൂടിയാണ് ഈ മൂത്ത മകനും. അവൻ അതിൽ സന്തോഷിക്കാതെ കോപിച്ചു നിൽക്കുകയാണ്. ഭൗതികതയിൽ അതിൽ അവൻ്റെ ജീവിതം അവൻ ഇങ്ങനെ ആഴ്ത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. കൊലോസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഈ ഭൂമിയിലുള്ളത് അന്വേഷിച്ച് നിന്നതുകൊണ്ടാണ് ഇവന് ഈ ഓഹരി മേടിച്ചുകൊണ്ട് പോയെന്നും അതുപോലെ അപ്പൻ്റെ കൊഴുത്ത കാളക്കുട്ടി അവന് വേണ്ടി അറക്കപ്പെട്ടുവെന്നും അല്ലെങ്കിൽ ഒരു ആടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ വസ്തുവോ എനിക്കപ്പൻ തന്നില്ല എന്നും ഇങ്ങനെയുള്ള പരിഭവങ്ങളുണ്ട്. നമ്മളും ചിന്തിക്കണം. നമുക്ക് ഈ മക്കൾ രണ്ടുപേരെ പറ്റി ചിന്തിച്ചാൽ, ഒരാൾ പിഴ മൂളിയാള എന്ന് പറഞ്ഞാൽ തൻ്റെ പിഴയും തൻ്റെ വലിയ പാപവും ഏറ്റുപറഞ്ഞവനാണ്. പക്ഷേ മറ്റവൻ പരിഭവം പറഞ്ഞവനാണ്. ഇതേ അനുഭവം നമ്മൾ വലിയ വെള്ളിയാഴ്ചയിൽ കാണുന്നുണ്ട്. യൂദാസ് കറിയോത്ത, അവൻ പരിഭവമാണ് പറയുന്നത്. നിങ്ങൾ അവനെ തന്ന ഈ ഒരു വെള്ളിക്കാശ് എനിക്ക് വേണ്ട. ഇതേ അനുഭവമാണ് യൂദായും ചെയ്യുന്നത്. കർത്താവിനോട് പോയി ഏറ്റുപറയേണ്ടെന്ന സാഹചര്യത്തിൽ അവൻ പോയി ഏറ്റുപറയുന്നത് ഈ മഹാപുരോഹിതനോടും കൂട്ടരോടുമൊക്കെയാണ്. നിങ്ങൾ പറഞ്ഞുറപ്പിച്ച വില ഇന്ന, എനിക്കിത് വേണ്ട. കർത്താവിനോട് പോയി അവൻ്റെ പിഴ ഏറ്റുപറയാൻ സാധിക്കാതെ ബാല്യക്കാരനോട് ഈ മൂത്തമകൻ അന്വേഷിച്ച അതേ അവസ്ഥയിൽ പോലെ ആ മഹാപുരോഹിതന്റെ അടുക്കൽ പോയി പല കാര്യങ്ങൾ ഈ വ്യക്തി പറയുന്നതും പിന്നീട് പരിഭവം പറഞ്ഞ് അതിനനുസരിച്ച് അവൻ പോയി യാതൊരുവിധ അനുഭവങ്ങളും ഇല്ലാതെ, അനുതാപമില്ലാതെ കെട്ടി ഞാന്ന് കുടൽ പിന്നീട് താഴെ വീണ് കുടൽ തുറിച്ച് ഒക്കെ ചത്തുപോകുന്ന അനുഭവം ഉണ്ടാകുന്നു.
പ്രിയമുള്ളവരെ, ഇവിടെ പിഴ മൂളുന്ന ഒരു മകനെ നമ്മൾ കാണുന്നു, പരിഭവം പറയുന്ന ഒരു മകനെയും കാണുന്നു. നമ്മളും ഇതേപോലെ പരിഭവം പറയുന്നുണ്ട്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും നോമ്പ് നോറ്റിട്ടും, ഇത്രയും ഒക്കെ ആയിട്ടും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത്രയും അവിടെ നോമ്പ് നോറ്റിട്ടും അവർക്കെല്ലാം പ്രയാസങ്ങൾ എന്തുകൊണ്ടാണ്? ഇത്രയും ഞാനിവിടെ ഇരുന്ന് കണ്ണീരൊരുക്കിയിട്ടും എൻ്റെ മക്കൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രയാസം അവിടെ? നമ്മൾ നമ്മുടെ പരിഭവങ്ങൾ ഇങ്ങനെ കെട്ടുപാടുകളായി സമർപ്പിക്കാറുണ്ട്. അവിടെ പിന്നീട് നമ്മൾ ആ അപ്പനിലേക്ക് കടന്നു വരുന്നുണ്ട്. തിരികെ ഇറങ്ങി വന്ന് അപ്പൻ അവനോട് പലതും ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനവിടെ കോപിച്ച് തന്നെ നിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ അനുഭവത്തിലേക്ക് വരേണ്ടത്. മകനെ, നീ എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. ഈ ഒരു അപ്പൻ്റെ സ്നേഹം അവന് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അപ്പൻ അവനെ മകനായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ മകൻ അവനെ കണക്കാക്കിയിരുന്നത് എങ്ങനെയാണ്? ഒരു ദാസനായിട്ട്. അതാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. എൻ്റെ പിതാവ് പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചതിനാൽ നിങ്ങളെ ഇനിയും ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാരാണ്. നിങ്ങൾ ആ സ്നേഹത്തിൽ വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ആ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞാൻ ആനയിച്ചതുകൊണ്ട് ദാസന്മാരല്ല നിങ്ങൾ. പിതാവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതിലേക്ക് കടന്നു വരുന്നവർ ദാസന്മാരല്ല, സ്നേഹിതന്മാരാണ്. സഹദേന്മാർ സ്നേഹിതന്മാരാണ്. ഈ ഒരു അനുഭവത്തിൽ ആ മൂത്ത മകൻ അപ്പനോട് തിരിച്ചൊന്നും പ്രതിവദിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അവിടെ അങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുക. ഇനി പിൻകുറിപ്പ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ മൂത്ത മകൻ ചോദിക്കുകയാണ്, മനസ്സുകൊണ്ടെങ്കിലും അവൻ ചോദിക്കുന്നുണ്ടാകാം, ഇത്രത്തോളം ഞാൻ നിനക്ക് അടിമ വേല ചെയ്തിട്ടും, വയലിൽ പണി കഴിഞ്ഞിട്ടാണ് അവൻ കടന്നു വരുന്നത്, രാവെളുക്കോളം നിനക്ക് വേണ്ടി ഞാൻ അടിമ വേല ചെയ്തിട്ടും നിന്നോട് ഓഹരി ചോദിച്ചിട്ടില്ല, നിന്നോട് ഞാൻ മറ്റൊന്നും രീതിയിൽ പരിഭവം പറഞ്ഞിട്ടില്ല, നിന്നെ യാതൊരു വിധത്തിലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. ഈ രീതിയിലൊക്കെയാണ് ആ മകൻ പറയുന്നത്. നമ്മളും നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ രീതിയിലൊക്കെ. അതിൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. ഭയം കൊണ്ടുള്ള ആദരവുണ്ട്, ബഹുമാനമുണ്ട്, അനുസരണമുണ്ട്. അതിനേക്കാൾക്കുപരി സ്നേഹം കൊണ്ടുള്ള ബഹുമാനമുണ്ട്. എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നത് ആ മകൻ എന്ന നിലയിലാണ്. എൻ്റെ കർത്താവിനെ ഞാൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ നശിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന രീതിയിൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് നോമ്പ് നോക്കുന്നു, ഉപവസിക്കുന്നു, കുറെ ആചരണങ്ങൾ നടത്തുന്നു, ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പിതാവിൻ്റെ മക്കളായി നമ്മൾ ഇതുവരെയും മാറ്റപ്പെട്ടിട്ടില്ല. സ്നേഹിതന്മാർ, ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരെ നമ്മൾ ഇതുവരെയും പരിവർത്തിക്കപ്പെട്ടിട്ടില്ല. ഇവിടെയാണ് ഈ മൂത്ത മകൻ ചിന്തിച്ചതുപോലെ നമ്മളും ചിന്തിക്കുന്നത്. ഞാൻ ഓഹരി ചോദിച്ചിട്ടില്ല, അടിമവേല ചെയ്ത് ഇത്രത്തോളം നിന്നോട് കൂടെ അധ്വാനിച്ചു, പക്ഷേ എന്നെ നീ ഇത്രത്തോളം അവമതിപ്പിച്ചിരിക്കുന്നു. നിന്റെ ഈ മകൻ കടന്നു വന്നപ്പോൾ അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ തന്നെ അറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഹരി നീ എടുത്ത് അവന് കൊടുത്തു. ഇത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ധ്യാന ചിന്തകളായൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു വാക്യമുണ്ടല്ലോ, ഓരോ സമയത്ത് വിളിച്ചവരെ, 11-ാം മണി സമയത്ത് വിളിച്ചവർക്ക് വരെയും ന്യായമായുള്ളത് നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന ഒരു ചിന്ത. ഈയിടെ നമ്മൾ ജോൺ ഡി വർഗീസ് അച്ഛൻ്റെ കേട്ടതാണ്. അവിടെ ഇതേ ഒരു അനുഭവമാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് അവനും അതേ കൂലി കൊടുക്കുക എന്നുള്ളത്. ആ പിതാവിൻ്റെ ഇഷ്ടം, അതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിതാവിന് എല്ലാവരോടും ഒരേ തരത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ അളവ് തൂക്കങ്ങൾ വെക്കുന്നത്? നമ്മൾ നമ്മുടെ അളവ് തൂക്കങ്ങളാണ് വെക്കുന്നത്. അതാണ് പരീക്ഷനും ചുങ്കക്കാരനും വെച്ചതായ അളവ് തൂക്കം. ഇങ്ങനെയാകണമെന്ന് പറഞ്ഞ്, ഞാൻ ഇവനെ പോലെ അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നൊരു പരീക്ഷനുണ്ട്. പക്ഷേ ചുങ്കക്കാരൻ മാറത്തടിച്ച് കരയുകയാണ്. നമ്മളും ഇതേപോലെയാണ്. നമ്മുടെ അളവ് തൂക്കങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്കാണ്. പക്ഷേ ദൈവത്തിൻ്റെ അളവ്, ദൈവത്തിനോടുള്ള പരിശുദ്ധിയിലേക്ക് നീ എത്രത്തോളം വളർന്നു എന്നുള്ളത്. ഇവിടെ ഈ മകൻ സഹോദരനെ വെച്ചാണ് തന്നെ തുലനം ചെയ്തത്, പിതാവിനെ വെച്ചല്ല. ഞാൻ എൻ്റെ സഹോദരനെ പോലെ അല്ല, അവനെ പോലെ ഞാൻ വേശ്യാസ്ത്രീകളോടൊപ്പം പോയിട്ടില്ല, ദുർനടപ്പിൽ നടന്നിട്ടില്ല, വസ്തുക്കൾ നാനാവിധമാക്കിയിട്ടില്ല, ഓഹരി ചോദിച്ചിട്ടില്ല, ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ എൻ്റെ നന്മകൾ ഞാൻ നിരത്തി പറയുകയാണ് എൻ്റെ കൂടുള്ളവനെ തുലനം ചെയ്തുകൊണ്ട്. അവർ 3-ാം മണിക്ക് വന്നവനാണ്, ഇവർ 11-ാം മണിക്ക് വന്നവനാണ്. പക്ഷേ നമ്മളും വലിയ വെള്ളിയാഴ്ച കാണുന്നുണ്ട്, 11-ാം മണിക്ക് വന്നവനാണ് താക്കോൽ കിട്ടുന്നത്.
പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടം ഇത് ഇത്തരത്തിലുള്ളതാണ്. ആ ഇഷ്ടത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒടുവിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മകൻ, ഇളയ മകൻ താഴേക്ക് ഇറങ്ങി വരുമായിരിക്കും. ഈ സംഭാഷണമെല്ലാം കേൾക്കുമായിരിക്കും. ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രകാശത്തിൻ്റെ അനുഭവം അവൻ വിതറുന്നത് യഥാർത്ഥമായി നടക്കുമെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെ വേണം ആ വേദവാക്യം നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിക്കുവാൻ. സഹോദര, എൻ്റേത് നിൻ്റേത് എന്നൊന്നില്ല. ഇതെല്ലാം നമ്മുടേതാണ്. ഇതെല്ലാം എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാനിവിടെ വന്ന് അപേക്ഷിച്ചത് അത് തന്നെയാണ്. മകനെന്നുള്ള വിളി കേൾക്കുവാനല്ല ഞാൻ വന്നത്, ഒരു ദാസനാകുവാൻ മാത്രം വന്നതാണ്. അതിനേക്കാൾക്ക് ഉപരി എന്നെ ഒരു മകനായി എൻ്റെ അപ്പൻ അംഗീകരിച്ചുവെങ്കിൽ എനിക്ക് ഭൗതികമായ ഒന്നും വേണ്ട. എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ വസിക്കുവാനാണ് ഞാൻ കടന്നു വന്നത്. ഞാൻ നിന്റെ സ്നേഹത്തിലും നമ്മുടെ അപ്പൻ്റെ സ്നേഹത്തിലും ഈ ഭവനത്തിൽ വസിക്കുവാനാണ് കടന്നു വന്നത്. ആ സ്നേഹത്തിൽ വസിച്ച് നമുക്കെല്ലാം ഒരുമയോടെ ജീവിപ്പാനാണ് ഞാൻ കടന്നു വന്നത്. എനിക്ക് ഭൗതികമായ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ആ പ്രകാശം ആ ഇളയ മകൻ അവിടെ വിതറുമെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ മൂത്ത മകനും കുമ്പസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ അപ്പനെ പറ്റി കരുതിയിരുന്നത് പോലെ അല്ല എൻ്റെ അപ്പൻ. ഞാൻ അപ്പനെ ഒരു യജമാനനെ കണക്കാക്കിയിരുന്നതിനേക്കാളൊക്കെ ഉപരി ഒരു പിതാവായി കണക്കാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പൻ്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയി. അപ്പൻ എന്നെ കരുതിയിരുന്ന കരുതലുകൾ ഞാൻ തിരിച്ചറിയാതെ പോയി. എനിക്കുള്ളത് നിന്റേതാണെന്ന് അവൻ വിചാരിച്ച് എനിക്കെല്ലാം പകർന്നു തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ അവനെ ഒളിച്ച് പാത്ത് ഞാൻ നടക്കുകയായിരുന്നു. കാരണം അവസാന സമയത്താണ് അവൻ കയറി വരുന്നത്. അപ്പൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ അവനും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വയലിൽ പണി ചെയ്ത് ഇങ്ങനെ വൃഥാവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്നേഹത്തിൽ നിന്ന് അവൻ. അതിലേക്ക് തിരികെ മടങ്ങി വരുവാൻ അവനും സാധിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ച എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോകുമെന്ന് പറഞ്ഞ ആ മകൻ അപ്പൻ്റെ അടുക്കൽ പോയി. നമ്മളും എവിടെയാണ് നിൽക്കുന്നത്? പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആ മകൻ വന്നതുപോലെ ദൈവസന്നിധിയിലേക്ക് ഒരു യഥാർത്ഥമായ പ്രാർത്ഥനയുടെ ആത്മാവിൽ ചിറകിലേറി നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നുണ്ട്. അതെപ്പോഴും വേണം. ഒരിടത്തും ആലസ്യപ്പെട്ടു പോകുവാനല്ല, ഉറങ്ങിപ്പോകുവാനല്ല, മറിച്ച് എപ്പോഴും ഒരുക്കമുള്ളവരായി. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ ബലഹീനമായ ജഡത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടത് ഏറെ അത്യാവശ്യമാണ്. ആ അത്യാവശ്യം നമുക്ക് നിർവഹിക്കേണ്ടത് അത്യാവശ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ആ എഴുന്നേറ്റിൻ്റെ അടുത്ത പടിയിലേക്ക് നമ്മൾ എത്തും. നമുക്ക് കർത്താവിൻ്റെ ഓടൊപ്പമുള്ള വാസത്തിലേക്ക്, അവൻ്റെ തിരുശരീരരക്തങ്ങൾ ഭക്ഷിച്ച് അവനോടൊപ്പം വസിച്ച് അവനായിത്തീരുന്ന അവനാകുന്ന പരിശുദ്ധ സഭയാകുന്ന കർത്താവിൻ്റെ ശരീരമായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കണം. ആ സഭയായി നിൽക്കുമ്പോഴാണ് പല ഫലങ്ങൾ അന്വേഷിച്ച് വരുന്നവർക്ക്, ഇതാ ഞാൻ പറഞ്ഞതുപോലെ ഈ മകൻ, മൂത്ത മകൻ അന്വേഷിച്ച ഫലം, ഈ ഇളയ മകനിൽ നിന്ന് അന്വേഷിച്ച ഫലം പലതരത്തിലുള്ള ഫലങ്ങളാണ്. സ്നേഹം അന്വേഷിച്ചിട്ടുണ്ട്, സമാധാനം അന്വേഷിച്ചിട്ടുണ്ട്, സന്തോഷം അന്വേഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിരികെ കൊടുക്കുവാൻ ഈ ഇളയ മകൻ അവിടെ പരുവപ്പെട്ട് കഴിഞ്ഞു. നമ്മളും ഇതേപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിച്ച് നല്ല ഫലം പുറപ്പെടുവിച്ച് നിലനിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളെ നോക്കുന്നവർ കർത്താവിൻ്റെ അതേ തേജസ് നമ്മളിൽ കാണുവാൻ സാധിക്കും. ഈ ലോകത്തിന് വെളിച്ചമായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, എഴുന്നേറ്റ് പ്രകാശിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ പ്രാർത്ഥിച്ച്, പ്രത്യാശിച്ച്, പ്രയത്നിച്ച്, കർത്താവിൻ്റെ അതേ ഇഷ്ടം നിവർത്തിച്ച് നമുക്ക് ഈ ലോകത്തിൽ പ്രകാശമായി, ലോകത്തിൻ്റെ വെളിച്ചമായി, കെട്ടുപോകാത്ത അനുഭവമായി, തണ്ടിന്മേൽ ശോഭയോടെ നിൽക്കുന്ന അനുഭവമായി തീരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഹേവോറോ ദിനങ്ങൾ, ഉത്ഥാന പെരുന്നാളിൻ്റെ ദിനങ്ങൾ, കെംദാ കാലം അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മർത്തശ്മൂനി അമ്മയുടെയും മക്കളുടെയും ഗുരുവായ എലയാസാറിൻ്റെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഏറെ അനുഗ്രഹീതമായ നിലയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കപ്പെടുന്നു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസങ്ങളിലും ഇത് ഈ ദേവാലയത്തിൽ നിവർത്തിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ നമുക്ക് വീണ്ടും വീണ്ടും അഭയപ്പെടുവാനും അമ്മ കാട്ടിത്തന്ന ഈ പ്രകാശത്തിൻ്റെ അതേ അനുഭവം സ്വായത്തമാക്കുവാനും സാധിക്കട്ടെ എന്ന്